ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു മുട്ട റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി ഞാൻ 4 മുട്ടയാണ് എടുത്തത്. ഇത് നല്ലപോലെ പുഴുങ്ങിയെടുത്തതാണ്. പിന്നെ മുട്ടയൊക്കെ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. മസാലയൊക്കെ നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ശേഷം ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 3 മീഡിയം സൈസുള്ള ഉള്ളി നൈസായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, നല്ലപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടണം. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയത്തൊക്കെ ഫ്ലെയിം മീഡിയത്തിലാണുള്ളത്. കുറച്ച് ടൈം എടുത്ത് തന്നെ ഈ ഉള്ളിയൊക്കെ നല്ലപോലെ സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇവിടെ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്നുണ്ട്. ഈ സമയത്ത് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് ചതച്ചെടുത്തതാണ്. 1/2 ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊക്കെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ പഴുത്ത തക്കാളിയാണ്. ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. തക്കാളിയൊക്കെ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1/4 ടീസ്പൂണിനേക്കാൾ കുറച്ച് കുറവ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്ര തന്നെ മുളക് പൊടിയും, ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണിനേക്കാൾ കുറവ് ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്തൊക്കെ സ്റ്റൗ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം. പിന്നെ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നോക്കിയിട്ട് മാത്രം ബാക്കി ചേർത്ത് കൊടുക്കാം. ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് ടൈം എടുത്ത് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ മൊത്തത്തിൽ 4 ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. മുട്ട ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മുട്ടയിലേക്ക് മസാലയൊക്കെ നല്ലപോലെ പിടിച്ച് കിട്ടുന്ന രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.